ജോർജ് ജോസഫ് ഇവിടെ എനിക്ക് ഈ പറയുന്ന ഓമന ഡാനിയൽ എന്ന് പറയുന്ന ആ വീട്ടുകാരിയോട് വലിയ നന്ദിയുണ്ട്. എന്താണ് കാരണം? ഈ പറയുന്ന മോഷണം പോയി ഈ പാവ സ്ത്രീയാണെന്ന് കള്ളം പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് അവർ വീട്ടിൽ തെരഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാല അവിടെ നിന്ന് കിട്ടിയല്ലോ. ആ മാല കിട്ടിയകാരം മറച്ചു വെച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ മാല കിട്ടാതിരുന്നെങ്കിലോ ഈ സ്ത്രീ, ഈ പാവം വീട്ടമ്മ എല്ലാ കാലവും കള്ളി എന്നറിയപ്പെടില്ലേ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഈ കേരളം ഇതുപോലെ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വീട് ഞാൻ കണ്ടു ടി വി കൂടെ. ആ കട്ട കെട്ടിയ ഒരു ചെറിയ വീട്, അവർ വന്ന വഴി നടന്ന് ഒറ്റയ്ക്ക് വരുന്ന കണ്ടു, ഒരു തോടിൻ്റെ തീരത്തൂടെ. എത്ര ശോചനീയാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇതിലെല്ലാവരും കഷ്ടപ്പെടുന്നത് എല്ലാവരും ഇവരെയുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരോട് പെരുമാറുന്നത് ഇങ്ങനെയാണോ? പോലീസുകാർ ഇനി അവർ കുറച്ചുകൂടെ നിലവാരം സാംസ്കാരികമായിട്ട് കുറച്ച് ഉന്നതിയിലേക്ക് വരണം. ഈ രീതിയിലുള്ള സംസാരം പോലീസ് സ്റ്റേഷനിൽ പലരും പോകുന്ന ആൾക്കാർ ഇപ്പോഴും എന്നെ വന്ന് പലരും കാണുന്നുണ്ട്. എത്ര തിക്തമായ അനുഭവമാണ്. മനുഷ്യനല്ലേ ഇവരല്ലേ? ആ ഒരു ചിന്ത പോലും ആ പഴയ കാല സ്ഥിതിയിൽ നിന്നൊന്നും പലരും മാറിയിട്ടില്ല കേരളത്തിലെ. ധന്യരാമൻ അതുകൊണ്ടല്ലേ കുറേയൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി. പക്ഷേ അത് നമ്മൾ മനുഷ്യൻ മാറിയിട്ടില്ല. പ്രത്യേകിച്ച് പോലീസിലുള്ളവർ അവരല്ലേ മാതൃക കാണിക്കേണ്ടവർ. നമ്മളാരും പലർക്കും മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യനെ കണ്ടാൽ അത് ജാതി നോക്കി ചിന്തിക്കാനും അവരുടെ സാമ്പത്തികം നോക്കി ചിന്തിക്കാനുള്ള കണ്ണുകളാണ് മലയാളിക്ക് പലർക്കും ഉള്ളത്. അതെന്തായാലും അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കർശനമായ ശിക്ഷ വേണം. ആ പോലീസ് സ്റ്റേഷനിലെ സംസ്കാരമില്ലാത്ത വാക്കുകളുടെ പ്രയോഗം ഇവർക്ക് മാത്രമേ, ദളിത് സ്ത്രീക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു 8-10% ചെയ്യുന്നത്. അങ്ങനെയുള്ളവന്മാരെ കണ്ടെത്തിയിട്ട് അവരെ തീർച്ചയായിട്ടും പിരിച്ചുവിടണം. കാരണം ഇതുപോലെ നമുക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഈ സ്ത്രീയുടെ അടുത്ത് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്ന ശേഷം മാല കിട്ടിയിട്ടില്ല, ആ മാല വീട്ടിൽ തന്നെയുണ്ട്. അവരെ 3:30 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയെന്ന് പറയാം. അതിൻ്റെ ആവശ്യം, പ്രത്യേകിച്ച് സ്ത്രീയെ അവർ മാല കൈയോടെ പിടിച്ചും കിരിപ്പാട്ടെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യാം. പക്ഷേ അല്ലാതെ സംശയത്തിൻ്റെ ഇത് വെച്ചിട്ട് ആ സ്ത്രീ അവിടെ എന്തിനാണ് നിർത്തിയത്? 6 കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞു വിടാൻ മേലായിരുന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹൗസിലാക്കാൻ മേലേ പോലീസിനെ? എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ രാത്രി 3 വരെ ആ സ്ത്രീ ആയിട്ടിരിക്കുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ഒരു റിക്കവറി ഇല്ല. അല്ല ജോർജ് ജോസഫ്, അതും പോട്ടെന്ന് വെക്ക്. ഇനി അതും പോട്ടെന്ന് വെക്ക്. മാല കിട്ടിയല്ലോ, മാല കിട്ടി. അപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ? പറ്റിപ്പോയതാണ്, ക്ഷമിക്കേ, പൊക്കോ, ഒരു ചായ മേടിച്ചോട്ട് നല്ല വാക്ക് പറഞ്ഞു വിട്ടൂടെ? അപ്പോഴും ധാർഷ്ട്യമാണ്. അപ്പോഴും പറഞ്ഞ എന്താണെന്നറിയോ? രണ്ട് മക്കളെ ഓർത്ത് ഈ പറയുന്ന കേസ് എടുക്കുന്നില്ല, പൊക്കോ. പക്ഷേ എന്താണ് പ്രൊവൈഡഡ് ഈ പറയുന്ന മേഖലയിൽ പിന്നെ കണ്ടുപോകരുത്. അത് ജോർജ് ജോസഫ്, അത് എന്തൊരു ധാർഷ്ട്യത്തിന്റെ പരകോടിയാണ്. എന്ത് ധാർഷ്ട്യവും അഹങ്കാരവും. ഒരു ചെറിയ ജോലി കിട്ടിയപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അത് തന്നെയല്ല, ആ സ്ത്രീയെ എനിക്ക് മനസ്സിലായത്, അവർ ജോലി കഴിഞ്ഞ് പോകുമ്പം അവർ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അവർ അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പിടിച്ചോണ്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ജോർജ് ജോസഫ് കാരണം അവർ വീട്ടിൽ ചെന്നില്ല. ആലോചിക്കുന്നത് ഫോൺ കോൾ വരുമ്പോഴേക്കും പോകാൻ പറയുന്നു. അപ്പോൾ എങ്ങനെ വരുന്നു പറയുമ്പോൾ ഓട്ടോ കയറി വരാൻ പറയുന്നു. ഈ ബിന്ദു പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ഓട്ടോ കൂലിക്കുള്ള പൈസ ഇല്ല. എന്തൊരവസ്ഥയാണ് നോക്കൂ. പോലീസുകാരെ പറയാണ് എന്താണ് ഓട്ടോ കയറി പൈസ ഇവിടെ കൊടുത്തോളാം. പോലീസുകാർ പൈസ കൊടുത്തോല്ലെന്ന് അറിയില്ല. ആ സമയം മുതൽ പിറ്റേ ദിവസം മുതൽ പോലീസ് സ്റ്റേഷനില്ല. പിന്നെ ഇടയ്ക്ക് പോലീസ് ജീപ്പിൽ വീട്ടിൽ പോകുന്നു, പോലീസ് ജീപ്പിൽ തിരിച്ചു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ പൂരം തെറിവിളി. അതൊക്കെ എന്തൊരു അവമാനമാണ് ആ ബിന്ദുവിന്. 2 കൊച്ചുങ്ങൾ, അത് ഒന്ന് 10ലും ഒന്ന് +1 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കുട്ടികൾക്ക് ഞാൻ അതുങ്ങളുടെ കാര്യമാണ് ആലോചിക്കുന്നത്. അമ്മ ഇങ്ങനെ എന്തായാലും അമ്മയെ ഇത് പിടിച്ചു പോലീസ്. എന്നാലും അവരുടെ മക്കൾ 2 പെൺകുട്ടികൾ ആ സ്കൂളിലും കോളേജിലും എങ്ങനെ പോകും? എല്ലാവരും ഇതങ്ങ് വാർത്തയായി കേരളം മുഴുവൻ. അമ്മയെ കയറി മാലക്കള്ളി എന്ന് വിളിച്ചില്ലേ? അതൊക്കെ അവമാനകരമല്ലേ? അപ്പോൾ എന്തായാലും ശരി, നമ്മൾ കുറച്ചുകൂടെ കൺസിഡറേറ്റ്. ഇനി അവർക്ക് ഒരു ചെറിയ പറ്റിയെങ്കിലും നമ്മൾ അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അത് പോലീസുകാർക്ക് ഏത് റാങ്കിലുള്ളവരായാലും ശരി, ഏത് മുഖ്യമന്ത്രി ഓഫീസിലുള്ള ഒരാളായാലും ശരി, നമ്മൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നും? അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ദയയാണ്. പക്ഷെ പറ്റിയിട്ടില്ല അവർക്ക് പറ്റുന്ന കൂട്ടരുമല്ല സാറേ അത്. ഞാൻ അങ്ങനെയൊക്കെ